ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഞാൻ നേരിടേണ്ടി വന്നൊരു അനുഭവമാണ് കേട്ടോ. ഞാനൊരു പറഞ്ഞല്ലോ, എനിക്കൊരു ആൻറ്റിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു പേഷ്യൻ്റാണ്. ഞാൻ ഒരു വർഷമായി ഏകദേശം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോട് മെട്രോയിലാണ് ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തതും ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്തതും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അരുൺ ഗോപി സാറിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു വർഷമായി ഞാൻ അവിടെ പോകാന്ന് പറഞ്ഞാൽ, കോഴിക്കോട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ മെനക്കെടാണ് എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയാവും തിരിച്ചെത്താൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വർഷമായല്ലോ ഏകദേശം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അടുത്ത് എവിടെയെങ്കിലുമൊക്കെ മാറ്റാം എന്ന് പറഞ്ഞ് ഞാൻ അരുൺ ഗോപി സാറിനെ തന്നെ പറഞ്ഞ് ഇവിടെ കോട്ടക്കലുള്ളൊരു ഡോക്ടർ എടുത്ത്, നല്ലൊരു ഡോക്ടറാണെന്ന് പറഞ്ഞ് അവിടെ റെഫർ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു 14 കിലോമീറ്ററൊക്കെ കോട്ടക്കൽ വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും ബെറ്റർ അവിടെ തന്നെയാണ് എന്ന് തോന്നി. പിന്നെ അവിടുത്തെ അത്ര ഒരു തിരക്കും ഇവിടെ വരില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനങ്ങനെ ഇവിടേക്ക് മാറ്റി. ഞാൻ ഈ ഡോക്ടറെ അടുത്ത് പോയി. അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. ഇതെന്നൊന്നും പറയുന്നില്ല, കോട്ടക്കലാണ്. ഡോക്ടറെ അടുത്ത് പോയിട്ട് എനിക്കുണ്ടായ ഒരു ഫീലിങ്സ് ആണ് ഞാൻ പറഞ്ഞത്. അത്യാവശ്യം ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ. ഫീസും കാര്യങ്ങളും മാത്രമല്ല, ഞാൻ എൻ്റെ ടൈമും ഞാൻ അത്യാവശ്യം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേഷ്യൻറ്റിനെ മാത്രം അവിടെ കയറ്റുള്ളൂ. ഡോക്ടറെ അടുത്ത് പേഷ്യൻറ്റിനെ മാത്രമേ കയറ്റുള്ളൂ. പിന്നെ പേഷ്യൻറ്റിനെ കയറ്റി കഴിഞ്ഞിട്ട് അടുത്തത് പേഷ്യൻറ്റിനെ പുറത്താക്കിയിട്ട് ബൈസ്റ്റാൻഡറെ കയറ്റും എന്നുള്ളതാണ്. രണ്ട് ഓപ്ഷനാണ് അവിടെ ഉള്ളത്. രണ്ട് പ്രാവശ്യം ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ. ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിന് കൂടെ രണ്ടാൾക്ക് കയറാൻ പറ്റുള്ളൂ. പേഷ്യൻറ്റിൻ്റെ കൂടെ അല്ല. പിന്നെ ഇപ്പോൾ ഞാൻ കയറി, എൻ്റെ ബൈസ്റ്റാൻഡർ എൻ്റെ ഫാദറായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. മദറും ഉണ്ടായിരുന്നു. പക്ഷേ ഒരാളെ കയറ്റുള്ളൂ. അപ്പോൾ ഫാദർ കയറാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള വേറൊരു പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അവിടെ കയറി കഴിഞ്ഞിട്ട് വല്ല ബ്ലഡ് ടെസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റുകളോ തന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആ ടെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഡോക്ടർ കാണിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ബൈസ്റ്റാൻഡർക്ക് കയറാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ 2 തവണ നമ്മൾ തന്നെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ ഒരു പേഷ്യൻറ്റിന് 2 ചാൻസേ അവിടെ ഉള്ളൂ, പേഷ്യൻറ്റിനും ബൈസ്റ്റാൻഡർക്കും. അത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് വല്ല മിക്കവാറും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് പോയൊരു വ്യക്തി തന്നെയാണ്. എല്ലാ ടെസ്റ്റുകളും, കാരണം ഓൾറെഡി എനിക്ക് അരുൺ ഗോപി സാറ് 3 മാസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇതൊക്കെ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാം ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം പിന്നെ അവരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. പിന്നെ ഞാൻ പോയിട്ടുള്ളതും എനിക്ക് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. നല്ല പെയിൻ ഉണ്ടായിരുന്നു, ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒരാഴ്ചത്തോളം ഞാൻ അത് അനുഭവിച്ചിട്ടാണ് ഞാൻ ഈ ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ എന്തിനാ വന്നത് എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം തന്നെ, എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചത്. കാരണം നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു പേഷ്യൻ്റ് ആണ്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മന്ത് കൂടുമ്പോൾ നമ്മൾ ഫോളോ അപ്പ് ഉണ്ടാവും എന്നുള്ളത് എന്തായാലും ആ ഒരു ഡോക്ടർക്ക് അറിയാതെ ഇരിക്കൂലല്ലോ. അപ്പോൾ എന്തിനാ വന്നത് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അതിൽ എഴുതിയിട്ടുണ്ട്, ഡോക്ടർ റെഫർ ചെയ്തതാണ്. മറ്റേ ഡോക്ടറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ മെട്രോയിലാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അരുൺ ഗോപി സാറിൻ്റെ അടുത്താണ്. ഇപ്പോൾ സാറിന് കാണിക്കാനാണ് പറഞ്ഞത്, ഇങ്ങനെ ചേഞ്ച് ചെയ്യാനെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പെയിൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റിന് തന്നു. ബ്ലഡ് ടെസ്റ്റിന് തന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പറയാമെന്നും പറഞ്ഞു. അപ്പം അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് അതും 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കഴിഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത്. ഒരുപാട് സമയം ലേറ്റ് ചെയ്തിട്ട് ഒരു മിനിറ്റോളം നമ്മളടുത്ത് സംസാരിക്കുള്ളൂ, അതിൽ കൂടുതലൊന്നും സംസാരിക്കില്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതും ഏറ്റവും കൂടുതൽ ഒരു വിഷമം തോന്നിയൊരു സംഭവം എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡോക്ടർ ഇരിക്കുന്നത്. ഒരു ഡോക്ടറും പേഷ്യൻറ്റും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നത് എന്തിനാണ്, നമ്മൾക്ക് ആ ഡോക്ടറെ കണ്ടാൽ തന്നെ, ഒരു പനിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് എണീക്കാൻ പറ്റാതെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ ആ മെഡിസിൻ കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആ രോഗം പകുതി കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഫീൽ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. കാരണം നമുക്ക് അവിടെ നമ്മൾക്കൊരു കോൺഫിഡൻറ്റ് വരികയാണ്, ഞാൻ ഡോക്ടറെ കാണിച്ചു എൻ്റെ അസുഖം മാറും എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉള്ളിൽ വരുമ്പോൾ തന്നെ അപ്പം തന്നെ നമ്മളെ പകുതി അസുഖം മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. എപ്പോഴും ഒരു ഡോക്ടറും ഒരു പേഷ്യൻറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിന് ആ ഒരു ഇത് കൊടുക്കണം എന്നുള്ളതാണ്. സൈക്കോളജിക്കലി നമ്മൾ ആ ഒരു അടുപ്പം നമ്മൾ കീപ്പ് ചെയ്യണം എങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇതുപോലുള്ള ഈ ഡോക്ടർ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ ഇവിടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു മീറ്റർ 2 മീറ്റർ അപ്പുറത്ത്, 1 മീറ്ററും അല്ല, ടാബ്ലറ്റ് ഇട്ടിട്ട് നേരെയാണ് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫേസ് ടു ഫേസ് ആണെങ്കിലും ഒരുപാട് ബാക്കിലേക്കാണ്, ഒരു 2 മീറ്ററോളം ബാക്കിലേക്കാണ് ചെയർ ഇട്ടിട്ടുള്ളത്. അത്രയും ഡിസ്റ്റൻസിലാണ് ഡോക്ടർ ഇരിക്കുന്നത്. ഡോക്ടർ നമ്മളെ ടച്ച് ചെയ്യേ അതല്ലെങ്കിൽ നമ്മളെ നോക്കിയേ ഒന്നുമില്ല. നമുക്കറിയാലോ, ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ ആ ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മളെ മറ്റുള്ള കാര്യങ്ങളും റിസൾട്ട് നോക്കിയിട്ട് കിട്ടും. അതൊക്കെയാണ് അതിൻ്റെ ശരിയായ വശം. എങ്കിലും അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റെതസ്കോപ്പ് ഒക്കെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുക, ഒരു കോൺഫിഡൻറ്റ് വരിക എന്നുള്ളതാണ്. അപ്പൊ ഈ ഡോക്ടർ ഒന്നാമത്തെ എനിക്ക് തോന്നിയിട്ട് നെഗറ്റീവ്, അത്രയും ഡിസ്റ്റൻസ്. കൊറോണ സമയത്ത് ഓക്കെ നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ ശരി തന്നെയാണ്. പിന്നെ നമ്മൾ ഈ വരുന്നൊരു പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പകർച്ച പിന്നെ ഇത് വരുന്നൊരു പിന്നെ പേഷ്യന്റ് ഒന്നും അല്ലല്ലോ.
അപ്പൊ അത്രത്തോളം ഒരു ഡിസ്റ്റൻസ് വേണ്ട എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. അതെന്നെ ഒരു നെഗറ്റീവ്. നമ്മൾ അത്രയും വിട്ടിരുന്നിട്ട് ഡോക്ടറെ അടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്, അത് ഒരു മിനിറ്റിൽ കൂടുതൽ നമുക്ക് പറയാനുള്ള ഒരു സമയം അവിടെ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പോകുമ്പോൾ ഈ കാര്യങ്ങൾ പറയണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച പോയ സംഭവങ്ങളൊന്നും നമുക്ക് പുതിയൊരു വ്യക്തി നമ്മൾ കാണാനല്ല, അതൊന്നും എനിക്ക് അവിടെ പറയാൻ പറ്റിയിട്ടില്ല. എന്താണ് പെയിൻ ഉണ്ട് പറഞ്ഞു, ഓക്കെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു. ഈ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് വന്നപ്പോൾ പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഹാർട്ട് സംബന്ധമായിട്ടൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഒരു ഓർത്തോനെ കാണിക്കണം, ഞാൻ പെയിൻ ആണല്ലോ വന്നത്, അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഓർത്തോനെ കാണിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പീരിയഡ്സിന്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓക്കെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചോ എന്നും പറഞ്ഞു. പറയാം ഓക്കെ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം ഓർത്ത്. പക്ഷെ അതിൽ ഒരു MBBS കഴിഞ്ഞ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് അവിടെ കൈയുണ്ട്, എല്ലാത്തിനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് അയാൾക്ക് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് പറയാം, അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ പറയുമ്പോൾ ഓക്കെയാണ്. ഒരു പക്ഷേ അത് ഞാൻ ഓർത്തോയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഓർത്തോനെ കാണിക്കേണ്ടതൊക്കെ ആവും. എൻ്റെ ഒരു കസിൻ ഉണ്ട്, ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങൾ വരുന്ന വഴി അവിടെ കാണിച്ചിട്ട് വരാം എന്ന് തന്നെ വിചാരിച്ച അവരുടെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചു തന്നെയായിരുന്നു. അപ്പം ഞാൻ ആളെടുത്ത് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത്ര ഡിഗ്രി എടുത്ത ഒരാളാണ് എന്നുണ്ടെങ്കിലും ഈ ഡോക്ടർ ഇങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളത് ഞാൻ എൻ്റെ കസിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത്, ഞാനും ഈ ഒരു ഫീൽഡിൽ ഇരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. എൻ്റെ അടുത്തും വരുന്ന ആളുകൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്, അവർ മനസ്സമാധാനത്തിനാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ അവരെ കേൾക്കാൻ ഒരു മണിക്കൂർ എന്നാണ് എൻ്റെ ഈ ഒരു ഫീസ് വരുന്നത്. അതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാനത് കട്ട് ചെയ്തിട്ട് അവരോട് പോകാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ ഉണ്ടാവും. ഞാൻ എന്ത് ചെയ്യുള്ളൂ, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 4 5 പോലും എനിക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ ഓവർലോഡായി വരും. കാരണം 5 എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവരെ കംപ്ലീറ്റ് കേൾക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെടുത്ത് വരുന്ന ഒരു പേഷ്യൻറ്റിനെ കേൾക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്കറിയാലോ ആ മാനസികാവസ്ഥ എങ്ങനെയാവും എന്നുള്ളത്. എല്ലാവരും അവരെ കേൾക്കുക എന്നെ അതിന് മുന്നിട്ടൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു, കേൾക്കുക എന്നുള്ളത്, നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഒരാളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു ഡോക്ടർ അത് കേൾക്കാനുള്ള മനസ്സുണ്ടാവണം. പിന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, എന്ത് ചെയ്താൽ മതി, ഇത് ഓർത്തോനെ കാണിക്കണം, മറ്റതിനെ കാണിക്കാന്ന് പറഞ്ഞു. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞതിൽ റിസൾട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തൈറോയ്ഡ് കൂടുതലുണ്ട്, അതിൽ ഷുഗർ കൂടുതലുണ്ട്, അതിൽ ഇതൊക്കെ ഉണ്ട്. ഇതിനെ കുറിച്ചിട്ടൊന്നും ആ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല. അത് കൺട്രോൾ ചെയ്യണോ, ഗുളിക എക്സ്ട്രാ തരിക, എന്നോട് ഈ ഗുളിക തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ ആ കണ്ടിന്യൂ ചെയ്ത ഗുളിക അത് കുറക്കണോ, അതല്ലെങ്കിൽ കൂട്ടണോ, അതല്ലെങ്കിൽ ഇതിന് വേറെ കഴിക്കണം, ഒന്നുമില്ല. ജസ്റ്റ് ഇത്ര മാത്രം പറഞ്ഞയച്ചു. എൻ്റെ കൂടെയുള്ള എൻ്റെ ഫാദർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഡോക്ടറെ അടുത്ത് കാണാനും സംസാരിക്കാനും, എന്താണ് അവർക്കും ഉണ്ടാവും എന്താണെന്ന് അറിയാനുള്ളൊരു ഇതിലെ. അപ്പോൾ ഞാൻ രണ്ടാമത് ഈ ബ്ലഡ് ടെസ്റ്റ് ആയിട്ട് കയറിയത് കാരണം പിന്നെ അവർക്ക് കയറാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കണം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങളും കമൻറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് അവിടെ ഒരിക്കലും എന്താ പറയുക, ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് ക്യാഷ്, കാരണം അവർക്ക് ഒരുപാട് ടോക്കൺ ഉണ്ട്. ഇതിനൊക്കെ ഈ പേഷ്യൻറ്റിനൊക്കെ നോക്കി വിടുക എന്നുള്ളതിലപ്പുറത്ത് എന്തിനാണ് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. ഓവറായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അത്രയും പേഷ്യൻറ്റിനെ എടുക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊക്കെ ഒരു കേസ് മാക്സിമം പോയി കഴിഞ്ഞാൽ 4-5 ഇതിൽ കൂടുതൽ കേസ് എടുക്കൂല, ഉണ്ടെങ്കിൽ അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ കൊടുക്കുന്ന ആളുകൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം. അവർ തരുന്ന ക്യാഷിന് അതിന് വാല്യൂ ഉണ്ടാവണം. എന്തിനാണോ നമ്മളെടുത്ത് വരുന്നത് അതിന് കൊടുക്കണം. അതല്ലാതെ ഒരുപാട് എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ വന്നിരുന്ന് വൈകുന്നേരം വരെ വരിക, നോക്കുക, പോവുക, ഈ രീതിയിൽ എനിക്ക് കുറേ ആളുകൾ ഉണ്ടാക്കാൻ പറ്റും, കുറേ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവിടെ എന്തുണ്ടാവില്ല, നമ്മൾ പടച്ചോന്റെ മുന്നിൽ നമുക്ക് എന്തുണ്ടാവാൻ പറ്റില്ല, ഒരു നമ്മളെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ എൻ്റെ ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. ക്യാഷ് ഒരുപാടുണ്ട്, പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന ക്യാഷൊന്നും നമുക്ക് അത്രത്തോളം യൂസ്ഫുൾ ആവില്ല. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഫുഡാണെന്നുണ്ടെങ്കിലും അതൊരു ഹലാലായ രീതിയിൽ ഞാൻ കണക്കാക്കുന്നില്ല എന്നുള്ളത്. എല്ലാവരും അങ്ങനെ വിചാരിച്ചോന്നില്ല. അപ്പോൾ ഇവരൊക്കെ എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടോക്കന് കൊടുക്കുകയാണ്. എന്തിനാണ് ഒരു ദിവസം ഇത്ര പേഷ്യൻറ്റിനെ, നമുക്ക് ആ ഒരു പേഷ്യൻറ്റിന്, ഒരു പേഷ്യൻ്റ് ആണെങ്കിലും 2 പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിലും അവരെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് വിടാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരുപാട് സമ്പാദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അത് നമുക്കും കൂടെ കുറച്ചൊരു അനുഭവമായി ഞാനിത് പറയണം എന്ന് എപ്പോഴും വിചാരിക്കുന്നത്. ഇത് എൻ്റെ ഈ വീഡിയോ കാണുന്ന ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏത് ഫീൽഡിലായിക്കോട്ടെ കേട്ടോ, ഏത് ഫീൽഡിലാണ് എന്നുണ്ടെങ്കിലും നിങ്ങളടുത്ത് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിച്ച് വരുന്ന ഒരു വ്യക്തിക്ക് അവരെന്തിനാണോ വരുന്നത് അവരൊന്ന് കേൾക്കാൻ നിൽക്കുക. കേട്ടിട്ട് നിങ്ങൾക്ക് അതിന് പറ്റുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ ആ ചെയറിൽ പിടിച്ച് ഇരുത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു ചെയറിൽ പിടിച്ച് നിങ്ങളെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു മറുപടി അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അവരൊന്ന് സാറ്റിസ്ഫൈഡ് ആക്കി വിടേ പറ്റുള്ളൂ. ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഓക്കെ അത് ആളെ കേസാവൂല, ഓർത്തോനെ കാണിക്കേണ്ട കേസാവും, ശരിയാണ്. എങ്കിൽ കൂടെ അയാൾക്ക് അതിനുള്ള അറിവുണ്ട്. പക്ഷെ അയാൾ എന്താ ചെയ്യുന്നത്, അവിടെ അയാൾ അതിനെ കുറിച്ചിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾ വിചാരിച്ച 2 മിനിറ്റ് ചിലപ്പോൾ 5 മിനിറ്റ് ആയിട്ട് മാറും എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കേണ്ടി വരും. പിന്നെ ബൈസ്റ്റാൻഡറെ വിളിച്ച് സംസാരിക്കുമ്പോൾ അയാളെ ടൈം, ഓരോ പേഷ്യൻറ്റിന് 1-2 പേഷ്യൻറ്റിനെ നോക്കുന്ന സമയമാണ് പോകുന്നത്. അതാണ് അയാൾ മാക്സിമം എന്താ പറയുക, ആ ഒരു ബുദ്ധിക്ക് കളിക്കുക എന്ന് പറയില്ലേ, അതാണ് അയാൾ ചെയ്തത്. കാരണം ആ പറയേണ്ട കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു, ഓക്കെ പോയി. അത് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ല എന്നുള്ളതാണ്. അടുത്ത പേഷ്യൻറ്റിനെ കയറ്റി കഴിഞ്ഞാൽ 2 പേഷ്യൻറ്റിനെ നോക്കാലോ എന്നുള്ളതാണ്. അങ്ങനെ ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്തും
നമുക്ക് മനസ്സിലാവും ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്തും കൂടുതൽ സംസാരിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മനുഷ്യന്മാരാണ് ഒക്കെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാനും ഈ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തി തന്നെയാണ് മണിക്കൂർ കണക്കിന് എനിക്കും സംസാരിക്കേണ്ടി വരും പക്ഷേ നമ്മളിത് അവരുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ടതായിട്ടൊന്നും നമ്മളെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ജോലിനോട് ചെയ്യുന്ന ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ നമുക്ക് പഠിച്ചോൻ തന്നൊരു സ്കില്ലുണ്ട് നമ്മൾ എന്തിനാണ് പഠിച്ചോന് ഇങ്ങനെ ഒരു സംഭവം തന്നിട്ട് ഇങ്ങനെ ഒരു മാർഗ്ഗം നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നത് എന്നെ പഠിച്ചോൻ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാരണം മറ്റുള്ളവർക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ ഞാൻ കാരണം ചില ആളുകളെ ലൈഫ് രക്ഷപ്പെടുത്തേണ്ടി വരും ചില ആളുകളെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും അതിനാണ് പഠിച്ചോനെ എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇങ്ങനെ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് ആ ഒരു ബോധം കൂടെ എനിക്ക് വേണം അല്ലാതെ ഞാൻ ക്യാഷ് ഉണ്ടാക്കിയിട്ട് മാത്രം അതിനുവേണ്ടി മാത്രം മുന്നോട്ട് പോവുക എന്നുള്ളതല്ല അപ്പോൾ എന്തായാലും എല്ലാ ഫീൽഡിലുള്ളവർക്കും പറയാനുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ക്യാഷിന് കുറച്ചും കൂടെ ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ് അതിൽ ഒരുപാട് ഉണ്ടാക്കുക എന്നുള്ളതല്ല കൊടുക്കുന്നതിന് വാങ്ങിക്കുന്നതിനും എന്ത് ചെയ്യണം വാങ്ങിക്കുന്നതിനനുസരിച്ച് നമുക്ക് കൊടുക്കാനും പറ്റണം എന്നുള്ളതാണ് നമ്മളെ മുന്നിൽ വരുന്ന കസ്റ്റമർ ആണെങ്കിലും ക്ലൈന്റ് ആണെങ്കിലും പേഷ്യൻ്റ് ആണെങ്കിലും ആരായിക്കോട്ടെ അവരെ സാറ്റിസ്ഫൈഡ് ആക്കിയിട്ട് വിടുക എന്നുള്ളതാണ് ഏതൊരാളുടെയും വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വേറെ കേസുകളുണ്ട് കേട്ടോ നമ്മൾക്കറിയാം സാലറിയുടെ കാര്യങ്ങളൊന്നും സാറ്റിസ്ഫൈഡ് ആക്കാതെ ഒരു ബോസ് ആയിട്ട് ഇരിക്കുന്ന പല ആളുകളും ഉണ്ടാവും അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ എന്ത് ചെയ്തത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പ്രതികരിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രതികരിച്ചിരിക്കണം പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വാല്യൂ ഉണ്ടാവില്ല നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഇതിനൊന്നും അതാക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കും മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് കേൾക്കുന്ന പല ആളുകളും ഈ ഫീൽഡിൽ ഡോക്ടേഴ്സ് എന്നല്ല വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ടാവും ചിലരിലെങ്കിലും ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു തോന്നലുണ്ടായി ഒരു തിരുത്തലിന് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷെയർ കൊണ്ട് മറ്റുള്ളവർക്ക് അത് തിരുത്താൻ പറ്റിയെങ്കിലോ അപ്പോൾ അത് അങ്ങനെ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എനിക്കും പഠിച്ച ഭാഗത്തുനിന്ന് ഒരു കൂലി കിട്ടി ഷെയർ ചെയ്ത് നിങ്ങൾക്കും കിട്ടിയ ഒരു കൂലി എന്നുള്ളതാണ് ഒരാളിലൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും നിങ്ങളെ കമൻസും ഒക്കെ നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക ആ ഒരു ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ എനിക്ക് പുതിയ വീഡിയോസുകൾ ഒക്കെ കിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു